ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പെരീക്ക് വന്ന് കയറണം. പെരീക്കല്ല, അമ്മായിൻ്റെ പെരീക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനൊക്കെ യാത്രയൊക്കെ ചെയ്താണ് ഇപ്പോൾ കുഴങ്ങിപ്പോൾ വരികയാണ്. ഇതിപ്പോൾ വൈക്കുന്ന കേൾക്കണം, ബനിയും കിട്ടി പെങ്ങളെ വീട്ടിനെ. അപ്പം പെട്ടെന്നാണ് അമ്മ വിളിച്ച് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞിട്ടില്ലേ ചെറിയൊരു കാര്യമുണ്ട്. മമ്മ എന്താന്ന് മമ്മ അതിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. എവിടെ മമ്മയുടെ എന്താ ജീവന്റെ കൈ കിടക്കുന്നത്? എന്താ പറ്റിയത്? എന്തിങ്ങനായത്? ഡോക്ടർ എന്തൊരു കൂടാണല്ലോ കടന്നിട്ട്. ഇന്ന ടൈമിലാണ് ഉമ്മ പറഞ്ഞിട്ടില്ലേ എന്താണ് കേസ്. ഞങ്ങളിപ്പോ ഇവിടെ എത്താനായപ്പോഴാണ് ഉമ്മ വിളിച്ച് പറഞ്ഞത്. ഒരു ഫോട്ടോ അയച്ചു തന്നു, ഉമ്മമാന്റെ ഫോട്ടോ അയച്ചു തന്നു. എന്നിട്ട് എന്തോ ഇട്ടാലി മൂത്രിച്ചാണെന്നാ പറഞ്ഞത്. ഇതെന്താ പറ്റിയത്? ഇന്നലെ രാവിലെ നീച്ച് നോക്കുമ്പോ അങ്ങനെയാണ്. അപ്പൊ ചുണ്ടിനൊക്കെ കുറച്ച് വീക്കാണ്. കൊറീച്ചല്ല, നല്ല വീക്കുണ്ട്. ഇന്ന് കുറഞ്ഞിക്കാണോ? ഇന്ന് ഞാൻ മിഞ്ഞാത്ത കാര്യമാണ്. ഞാൻ ഞങ്ങളോട് വന്ന് കിടക്കുക, അപ്പോഴൊന്നും ഇല്ല. ഇന്നലെ രാവിലെ ഇവിടുന്ന് പോയപ്പോ ഈ ചുണ്ടിനാർക്കും കാണാനൊന്നും തോന്നുന്നില്ല. ഇച്ചന്നെ തുടിപ്പ് തോന്നി. ഞാൻ ഇവരോടും പറഞ്ഞൊന്നുമില്ല. അതിൽ പെരിലൊക്കെ ചെന്നപ്പോ ഞാൻ നിങ്ങളൊക്കെ തിന്നാണ്ട് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകുന്നല്ലേ. ഞാൻ ഇവള് പൂച്ചക്ക് തട്ടക്ക് തിന്നാനൊക്കെ നോക്കി ഞാൻ വേഗം അടുക്കളയിൽ കയറി വാതിലൊക്കെ തുറന്നിട്ട് പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടാൽ പോയി കുഞ്ഞപ്പോ എന്റെ മുഖം ഒന്നായിട്ട് തൂങ്ങിയ മാതിരി തോന്നി. അങ്ങനെ മോറൊക്കെ പടി വീങ്ങോ വീണാല്. പിന്നെ ഇവിടെ വന്ന് ഇന്നലെ പോരുമ്പോൾ കുറേച്ചൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് നേരം വിട്ട് നോക്കുമ്പോ കണ്ണൊന്നും കാണില്ല. പിന്നെ അല്ല ഇമ്മ എന്നിട്ട് മറ്റേ ഉമ്മമാരുടെ സോഡിയത്തിന്റെ അല്ല അയാളെ കാണിച്ചു നോക്കിയോ? മഴ കാട്ടുന്ന ഡോക്ടറെ കാണിച്ചു നോക്കിയോ? ആയുർവേദ ഗംഗാധര ഡോക്ടറെ കാട്ടി വെള്ളത്തില് ഗുളിക കുടിക്കാനും തന്നു. അത് തേച്ചും ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ ഗുളിക ഇപ്പൊ എന്താ മോത്തി വെച്ചിരിക്കണ? എന്താണ് മൂപ്പര് വന്ന പച്ചമരുന്നോ? ആണോ? വേദനയായിട്ടൊന്നുമില്ല. മുഖം ഇങ്ങനെ വീർത്തിക്കല്ലേ? ഇത് ഉമ്മമ്മയാണെന്ന് ആരും പറയില്ല കണ്ടാല്. ഉമ്മമാരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തോ? എന്താ അവസ്ഥ? മമ്മ കണ്ടോ? ഉമ്മമാരുടെ മുഖം എങ്ങനെയുണ്ട് കണ്ടോ? മനസ്സിലായിച്ചോ? ആരാന്നെങ്കിലും ചോദിച്ചോ കണ്ണാടിക്ക് നോക്കിട്ട്? മുഖം മാത്രം. അപ്പൊ ഉമ്മ എവിടെ കടന്നു? പായിലോ? ഞങ്ങളെല്ലാരും കട്ടിൽ കിടക്കല്ലേ. ഞാൻ രാവിലെ ഞാൻ 2 ദിവസം അങ്ങനെ തന്നെ കിടന്നത്. ഇന്നലെ ഞാന് രാവിലെ മുറ്റന്ന് എന്താ നിങ്ങളെ ചുണ്ടിന്റെ ഇവിടെ ഒരു വീർക്കലുണ്ടല്ലോ. അപ്പൊ അമ്മേന്റെ എന്താ പോണ്? അല്ല ഞാൻ ഇവിടെ ചെന്നപ്പോ തെച്ച് രാവിലെ നീച്ചപ്പോ തന്നെ ഇവിടേക്ക് തുടിപ്പോ പറഞ്ഞിട്ടില്ല, പറഞ്ഞൊന്നുമില്ല. പിന്നെ അവിടെ ചെന്ന് പാത്രമൊക്കെ മുറിയപ്പോ ഞാൻ പറഞ്ഞു എന്താണ് അവന്റെ മോറ് തുടിപ്പൊക്കെ ഉണ്ട് പെരിന്ന് കക്കാൻ നാക്കുമ്പോഴും ആ വീഡിയോ എടുക്കുമ്പോഴൊക്കെ കണ്ടു തുടിപ്പ്. അല്ല ഞങ്ങളെന്താ വിളിച്ചത് നിങ്ങളോട് ഇന്ന് പറഞ്ഞില്ലേ? ഇന്നലെ നടന്ന് ഇന്നലെ അത്ര ഇന്ന് രാവിലെ അല്ലേ എത്രയൊക്കെ ആയത്? ഇന്നലെ തോന്നിച്ചിട്ട് ഒഴിച്ച് മാത്രമേ അറിയാനുള്ളൂ. ഞാൻ കാട്ടി കൊടുക്കാൻ മാത്രമേ അറിയാനില്ല. പിന്നെ അങ്ങനെ ഒന്ന് കുറഞ്ഞു ചെയ്തു. ഞാൻ നടക്കുവോ ചെയ്തപ്പോ പിന്നെ ഇന്ന് നേരം മുട്ടോക്കുമ്പോ എന്തായത് മമ്മാക്കും അറിയില്ല എന്താ പറ്റിയെന്ന് ആർക്കും. ഡോക്ടർ വന്ന് ചിലപ്പം ഇക്കാരൊന്നുമില്ല. ഒറ്റ മൂത്ര ഇക്കാരം ആണോ? എന്നിട്ട് ഇന്ന് പോയി നോക്കി? ഇന്ന് ഇങ്ങനെ രാവിലെ പോയത്. വിഷവൈദ്യനില്ലേ ആനക്കല്ല്, അവിടെ നിന്ന് കൊണ്ടുപോകും. ഈ കാര്യം തന്നെ കൊണ്ടുപോയി നോക്കണോ? പോയി നോക്കണോ? പോയി നോക്കണോന്നല്ല, പോയി നോക്ക്. അവിടെയാണ് സംഭവം. ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. എന്തോ കാര്യമായിട്ട് എന്തോ അയക്കാണ്. എന്തോ പറ്റി? വേദന ഒന്നുമില്ലല്ലോ തൊടുമ്പോ? വേദന ഒന്നുമില്ല. കുറ്റിപ്പറിയ വേദന ഒന്നുമില്ല. മുഖം ഇങ്ങനെ അത് മറ്റേ നീരുണ്ടായിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോ ഇങ്ങോട്ട് നീരിറക്കും, ഇങ്ങോട്ട് കിടക്കുമ്പോ ഇങ്ങോട്ട് നീര്. അതല്ല ഡോക്ടറിനെ ആരെയും കാണിച്ചോ? നല്ല ഉമ്മമാരെ മറ്റേ സോഡിയത്തിന്റെ കാണിക്കുന്ന ഡോക്ടറിനെ ആരെങ്കിലും കാണിച്ചോ? കാണിച്ചാൻ പോയിട്ടില്ല. സോഡിയത്തിന് ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവും? അതല്ല മൂപ്പര് അമ്മമാന്റെ ഫുള്ള് ചെക്കപ്പ് ചെയ്യണല്ലേ?
ആണോ അല്ലെ പിന്നെ ആശുപത്രി പോയി രക്തമൊക്കെ പരിശോധിച്ച് നോക്കണം. നമുക്ക് നാളെ പോകാം. നാളെ ഇല്ല നാളെക്കോ മാർഗൊക്കെ നീട്ടണേ ഗവൺമെന്റ് ആശുപത്രി പോകാനാണ് ഗവൺമെന്റ് അവിടെ ഫുള്ള് തിരക്കാണ്. അതിലൊക്കെ പേരും തിരക്കാം. എന്താ മക്കളെ എറുമ്പും കൂടി ഞാൻ കടിച്ചിട്ടില്ല. അതിനെ പറ്റി കാര്യം ചെയ്യും നേരെ മറ്റേ മുപ്പതിനെ വിളി ഓട്ടോറിക്ഷ വരുന്ന നേരെ ഇപ്പൊ തന്നെ പോയി നോക്കാം. പോയി നോക്കാം. ഇതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ പിന്നെ ഇപ്പൊ കേറി വന്നിട്ടുള്ളൂ. കേറി വന്നപ്പോ തന്നെ ഇതാണ് അവസ്ഥ. എന്താടി ഇമ്മമാക്ക് പറ്റിയത്? ഉമ്മമാരെ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നിങ്ങളവിടെ റേഷനരിയല്ലേ? ഇവിടെ നല്ല മറ്റേ അധിപനാണ്. നിങ്ങൾ പറ്റിയില്ലോ. നന്നായില്ലേ? ഇതെന്താ പറഞ്ഞേ നല്ലോ നന്നാവണെന്ന്. ഞങ്ങള് നല്ലോ 4 നേരം പറഞ്ഞ വാക്കാണ്. ചേട്ടായി നല്ല താക്കാണ്. കുഴപ്പമില്ല. ഇനി എന്നെ നല്ല ശരി കുറഞ്ഞ ആളാണ്. ഇതാണ് ഗുളിക. ഇതിങ്ങനെ കഴിച്ചിട്ട് അരി കഴിക്കുക വെള്ളത്തില്. നമ്മക്കറിയില്ലല്ലോ. പോയി നോക്കാം മൂപ്പർക്ക് കാട്ടി കൊടുത്ത് ഈ ബുക്കിലാണ് ഉമ്മമാന്റെ പണ്ടത്തെ കുളികളോ? അത് പോകാണെങ്കിൽ ഇത് കാട്ടി പിടിച്ചാലാണ്. ഇതൊക്കെ ഉമ്മമാക്ക് പണ്ട് കൊറേ അസുഖത്തിന്റെ ഒക്കെ പണ്ടത്തെ ഇതാണ്. രാവിലെ പോയേ ഇതാക്കണ മരുന്നേ ഞാൻ കാണിക്കുന്നില്ലേ. ഇമ്മമ്മ ഇന്നലെ രാവിലെ ഇറങ്ങി പോയപ്പോ മുഖത്ത് ഉറങ്ങി നീച്ചൂലേ? ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഓല് തറവാട്ട് പോയി വന്നപ്പത്തിന് ഉമ്മമ്മ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയതിന്റെ മുഖം ആകെ മാറി. ഗുളിക 4 ഗുളിക തന്നെയാണ്. ഒന്ന് പകുതി 2 വട്ടം ഞാൻ കുടിച്ചു. പിന്നെ 2 ചാലിച്ച് ഒന്ന് ഇപ്പൊ ചാലിച്ച് കണ്ട് കലാമിലോഷൻ തേച്ച് എന്നിട്ട് പിന്നെ രാവിലെ ഷെഫീക്ക് ഗംഗാധരൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി മൂപ്പര് 8 കാലം എന്തോ ഒരതിയതാണ് എന്ന് പറഞ്ഞ് പറയാനറിയില്ല. ഇത് ചെയ്തു ഒക്കെ അറിഞ്ഞാണ്ട് ആദ്യം മൂപ്പര് തുളസിന്റെ നീരാണ്. പിന്നെ മൂപ്പര് അറിഞ്ഞു തുളസിന്റെ നീര് കണ്ണിലായ 100 ഉള്ളൂ. അരിക്കാടി മതിയാണ്. ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞ് 2ാമത് കഴിക്കണ വെള്ളം എടുക്കാൻ വേണം. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തത്. അരി കഴുകി കളയുന്ന വെള്ളം. നമ്മളെ ഓട്ടോറിക്ഷ തന്നെ ഇമ്മമാനെയും കൊണ്ടാണ് നമ്മള് നേരെ നീ വിഷയത്തിലുണ്ട്. അപ്പൊ അവിടെ ചെന്നോക്കണം. നമുക്ക് എന്തായാലും നേരെ ഞാൻ അങ്ങോട്ട് പോയേക്കെ. എന്താണാവോ മമ്മ നേരെ ഓട്ടോറിക്ഷ പോയിക്കണേ. ശരിയോ മമ്മ പോലെ എന്താ തട്ടൊക്കെ ഇട്ടിട്ട് തട്ടന്റെ ഒക്കെ കോലം നോക്കി ഇങ്ങോട്ട് നോക്കി മനസ്സിലാവൂല ആരും കണ്ടു കഴിഞ്ഞാല്. ഞങ്ങൾക്കറിയാം, വേറെ ആർക്കും അറിയില്ല. ഇനിയിപ്പോ അഥവാ അറിഞ്ഞാൽ തന്നെ ഉമ്മക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാ അറിയില്ല എന്താ പറ്റിയത്. നേരം മുട്ടുമ്പോ നീച്ചപ്പോ കടക്കോളൊന്നുമില്ല. ഇന്നലെ രാവിലെ നീച്ച് നോക്കുമ്പോ കുറയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോലും ടൈം കിട്ടിയില്ല. പിന്നെ ഞാൻ പോയി നോക്കട്ടെ. ചിലപ്പോ ഈ വിഷവൈദ്യരുടെ ടൈമൊന്നും നമുക്ക് അറിയില്ല. കാരണം എപ്പോഴാ തുറക്കുക എപ്പോഴാ അടക്കാന്നൊന്നും നമുക്ക് അറിയില്ല. നോക്കി നിങ്ങള് ഇപ്പഴാ ഞാൻ ശരിക്കും ശ്രദ്ധിക്കണേ. വിഷവൈദ്യത്തിക്ക് പോയോക്കാം. പോയി അത്ത പോയി. ഞങ്ങള് വന്ന് കേറിയപ്പോ തന്നെ ഉമ്മമാര് ഈ മുഖം കാട്ടും. കുറച്ചേരം മുമ്പ് ഉമ്മ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളെന്നെ കണ്ടിട്ട് ആകാൻ മുട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ. പക്ഷെ അപ്പൊ അത്രക്കില്ല. ഉറങ്ങി നീച്ചപ്പോ ഒന്നുമാട് കൂടും. ഒരു വിചാരിച്ച് എന്തെങ്കിലും കുറയും വിചാരിച്ച് അതൊന്നും പറയാതെ അവിടെ പോയേ മൂപ്പര് മൂത്ര കഴിക്കാറുണ്ട്. ഗുളിക കുടിച്ചാനും പിന്നെ അരിക്കാടിയില് തട്ടാനൊക്കെ തിന്നു. അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേദനയൊന്നുമില്ല. കുത്തിപ്പറിയും വേദനയൊന്നുമില്ല. നീര് ഇറങ്ങി വരും മാമ. അങ്ങനെ നമ്മൾ ഇതാക്കണം. ഇവിടെ വിഷവൈദ്യരത്ത് എത്തി ഇതാക്കണം. ആക്കണം അവിടെ കുത്തിരിക്കുന്നുണ്ട്. എന്തോ ഒരു മരുന്നൊക്കെ കൊടുത്തിരിക്കണം. ഇപ്പൊ നോക്കണ്ട്. എന്തായാലും ഡോക്ടർ ആദ്യം കാട്ടി കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ആൾക്ക് മനസ്സിലായി എന്തോ വിഷം എന്തോ തട്ടിയാണെന്ന്. കാരണം നമ്മളെ അവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞ സെയിം കേസ് തന്നെയാണ് ഇവരും പറഞ്ഞത്. എന്തോ വിഷം എന്തോ തട്ടിയാണെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഓല് പറഞ്ഞെന്താ അറിയോ, ഒന്നെങ്കിൽ കടന്നപ്പോൾ അല്ലേ കടക്കുന്ന ടൈമിൽ ഇട്ടുകാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂറാച്ചക്കല്ലേ എന്തെങ്കിലും വണ്ടിയപ്പം അതിന് തട്ടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും കായ തട്ടിയതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആകെ പേടിച്ചിട്ടോ. കാരണം പറഞ്ഞാൽ ഈ ഇമ്മമാക്ക് പണ്ട് തലൻ്റെ ഒക്കെ ചെറിയ സ്കാനിങ്ങിൻ്റെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിന്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കേസാന്ന് വെച്ചാൽ നമ്മൾ ആകെ പേടിച്ചിന്. അപ്പോൾ ഇവർ പറഞ്ഞു അതിൻ്റെ ഒന്നല്ല ചെറിയ വിഷം എന്തെങ്കിലുമൊക്കെ തട്ടിയതാക്കിയിരുന്നു പറഞ്ഞു. ഓലെന്തായാലും മെഡിസിൻ തിന്നിന് മരുന്ന് തിന്നിക്കണ്
കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞാണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടെ ഇൻഷാ അള്ളാ. എന്തായാലും നോക്കി കേട്ടെ. ഉമ്മമാൻ്റെ ഇത് കണ്ടിട്ട് നമ്മളെന്നെ ആകെ പേടിച്ചും പോയി. പിന്നെ ഉമ്മമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കൂടിയത്, കാരണം ഇന്നലെ അയക്കണ്, ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കൂടിയത്. ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ നീര് കൂടുക, ഇപ്പുറത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നീരിങ്ങനെ കൂടുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മെഡിസിൻ കൊടുത്തിക്കണ്. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞിക്കണു പോലെ. എന്തോ മരുന്ന് തേച്ചു കൊടുക്കാന്നായിട്ട് തോന്നുന്നില്ലേ? എന്തമ്മാ മരുന്നാ? കണ്ണിന്റെ ഉള്ളിലാവരുത്. കണ്ണിലേക്കില്ല. പഴയ കാലത്ത് നെയ്യപ്പം തിന്ന 2 കാര്യം എന്നാ പറയാ. ഇപ്പോഴത്തെ എണ്ണയപ്പം അല്ല, ഞാൻ പണ്ടേ നെയ്യപ്പൊക്കെ നെയ്യിലാണ്ടാക്കണേ. ഇതിലെ രാവിലെയും ഉച്ചയ്ക്കും ഒരൈറ്റം മുടിയുണ്ട്. അത് തുളസിയും പച്ചമഞ്ഞളും ഇടിച്ചു പിഴിഞ്ഞ നീര് കഴിക്കാൻ പറ്റുകയും കഴിക്കാം. കിട്ടുമോ? എവിടെ ചെന്നാലും നാട്ടു വർത്താനുണ്ടാവും. ഉപ്പ് കഴിക്കാറില്ലേ? എന്തൊക്കെ വൈദ്യമ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടെ ഉണ്ടാവും. പാലിന്റെ പാക്കറ്റ് മേലൊക്കെ നല്ല വേദന. നമ്മൾ ട്രാവൽ ചെയ്ത് വന്നോണ്ടിരിക്കുന്ന ടൈമിൽ പോയി. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോ? ഒന്നും പറയാനായിട്ടില്ല. ആ മരുന്നിപ്പോ തേച്ചിട്ടുള്ളല്ലോ അല്ലേ? ഇനി 2 ദിവസത്തിന് ഉപ്പും അലിയാക്കല്ലോ ഒഞ്ചിരി വരി. നല്ല വർത്താനം. എന്താ വർത്താനം? ഇപ്പൊ വരികയുള്ളൂ. വന്നപ്പത്തിന് മമ്മാനൊന്ന് ശൈത്യത്തിന് കൊണ്ടുപോയി. ഉമ്മമാരെ മോറ് കണ്ടില്ലേ? മമ്മാനെ മോറുണ്ടില്ലേ? അല്ല ഇന്നലെ അപ്പം തേച്ചു, അവിടെ തന്നെ കുറച്ച് മൂത്ത് തേച്ചു. ഇത് പുച്ഛന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. പാർട്ടി പോയില്ലടാ? പാർട്ടി പോയി. ഞാൻ കോൺഗ്രസിനല്ലേ അതിന് കുത്തി. ഇന്ന് നാട്ടില് ഇലക്ഷന്റെ റിസൾട്ട് ആണ്, അതിന്റെ തർക്കാണ് അവിടെ. ഇപ്പൊ നമ്മള് ആക്കണിപ്പൊ പെരിയില് വന്ന് കേറുകയാണ്. എന്താണ് അവിടെ വന്നപ്പോ തന്നെ ഒരാള് തോളത്ത് കേറിയിരിക്കണ്. ലിമൂനാക്കണ അവിടെ എടുത്ത് വെക്കണുണ്ട്. കൂട്ടി കേറണില്ല, കൂട്ടിലൊന്നും കയറാൻ പറ്റൂലേ. തലയിൽ കേറല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മമ്മ? എങ്ങനെയുണ്ടെന്ന് വെച്ചാല് ഒന്നും പറയാനായിട്ടില്ല. ടൈമില്ലേ? എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടില്ലേ? അല്ല അതൊക്കെ പോട്ടെ, നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യൊക്കെ കോമഡിയാണ്. അതായത് ഞങ്ങള് പോയാണ്ട് വേണ്ടിട്ട് ഞങ്ങളിങ്ങനെ വേഗം ആസ്വദിച്ചു. പറഞ്ഞ ആളെ അവിടെ അല്ലേ? അതല്ല ഉമ്മ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. അവിടുത്തെ വീഡിയോ എടുക്കലൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോഴാ 1 മണിയൊക്കെ. അല്ല വണ്ടിയൊക്കെ അവിടുന്ന് പോയ നേരത്തെ കിട്ടും. അതൊക്കെ കിട്ടി. ഓരോ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അന്ന് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ചെലവും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങുക, അവിടുന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ വണ്ടി എല്ലാ കാര്യങ്ങളാക്കി. അവിടെ അവിടെ റൂമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെരുംജാതി റൂം. ഞാൻ മറ്റേ വീഡിയോ സ്റ്റോറി ഒക്കെ ഇട്ടീന്. പെരുംജാതി പൈസന്റെ ഒക്കെ റൂം. നമ്മക്കവിടെ കടന്നിട്ട് പറ്റണ്ടേ? കുത്തണ കടക്കും നമുക്ക് ഈ കോട്ടൻ മരിച്ചണ കടക്കൊക്കെ വേണ്ടേ നമുക്ക്? ഒക്കെ ഇല്ലാഞ്ഞിട്ട് സത്യം അവിടെ കടന്നിട്ട് എന്താ അറിയോ, ആ ഒരു കടക്കമ്മ കടന്നിട്ട് ഉള്ളിക്ക് പോവാ. അതായത് ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ ഇതായി ഇങ്ങനെ പോവാ, ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവിടെ ഫുഡ് വേറെ ആൾക്കാരാ. ഫുഡ് അതായത് മറ്റേ പൂച്ചയുടെ ഫുഡ് പോലെ എന്തൊക്കെയാ ഫുഡാണ്, എന്തൊക്കെയാ സാധനങ്ങൾ എന്തൊക്കെയാ തിന്നേണ്ടി, എങ്ങനെയൊക്കെയാ തിന്നേണ്ടിയത്. മറ്റേ ഇതിന്റെ എന്താ പറയാ, എന്തൊക്കെയാ സാധനങ്ങൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സാധനം അറിയില്ല. എന്നിട്ട് ലാസ്റ്റ് എല്ലാം പാടെ ഓരോന്നും എടുത്തെടുത്തിട്ട് തിന്നു. പല സാധനങ്ങളും പല സാധനങ്ങളുണ്ടായിനി. പൈപ്പ് മാറിയോ? അതൊക്കെ മാറി. അതിനാ പറഞ്ഞേ എന്തൊക്കെ സാധനങ്ങളുണ്ടായിനി. നേരത്തിന് വല്ലോ തിന്നു. ഞങ്ങള് നിങ്ങളെ അവസ്ഥ എന്താണ്? തിന്നിനോ? ഇമ്മ നേരം പട്ടപ്പത്തിന് തിന്നല്ലേ ഇപ്പൊ ഈ കാണുന്നത്. തടിയച്ചില്ലേ? എന്നിട്ട് തടിച്ചാണ്. അല്ല ഇപ്പൊ നേരത്തെ കുറഞ്ഞു തോന്നുന്നുണ്ട് എനിക്ക്. നല്ല വീക്കുണ്ട്. പിന്നെ ഞങ്ങളോട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞില്ലേ,
അതൊക്കെ മട്ട എന്താണെന്നൊക്കെ കമന്റ് നോക്കിയാൽ അറിയാം. വീഡിയോ ഒക്കെ നോക്കിക്കണേ. ആ വേദന എന്താ അറിയോ വലിയനീന്റെ ഈ കാര്യം ഇപ്പൊ പോയിക്കണ് ഏകദേശം പോകുന്നുണ്ട്. നോക്കിയൊക്കെ നീരെന്തായാലും കുറയട്ടെ. ഓല് ഉമ്മമാരോട് പറഞ്ഞിക്കണത് ഉപ്പ് അതേപോലെ എന്തൊക്കെ ഇന്തുപ്പ് കൂട്ടിങ്ങാണ്ട് തക്കാളി കൂട്ടരുത്, പുളി കൂട്ടരുത്, എരിവ് മുളക് ഒന്നും. ഓരോ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? അതെ, നെയ്യ് കൂട്ടാ, നെയ്ച്ചോറ് കൂട്ടാ, കനീന്റെ ആയാലും പച്ചമഞ്ഞളും വേറെ അയാൾ തന്ന മരുന്നല്ല വേറെ നമ്മൾ അതൊരു ഗുളികയിൽ അരച്ചിങ്ങാണ്ട് മഞ്ഞളൊക്കെ ഇതാക്കിയാണ് ഉണ്ടാക്കല്ലേ. എന്തായാലും ഞങ്ങള് പോയി വന്നപ്പോ ഇങ്ങനെ ആയല്ലേ. അതെ, എന്താ മക്കളെ നമ്മക്കറിയില്ല. നമ്മൾ ഈ ചെറ്റപ്പരി ഇവിടെയാണ് പാമ്പും പൈതാരി ഒക്കെ അല്ലേ ഇവിടുന്ന് ഒന്നും ആയില്ല. പരീക്ക് നമ്മള് പോയത്. അപ്പൊ അവിടുന്ന് അപ്പതായി അത് മൂത്ര ഒഴിച്ചതാകാന്ന് പറഞ്ഞു നോക്കര്. എന്താന്ന് അറിയില്ല. ഞങ്ങളവിടെ എത്തിയില്ലേ. ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾക്ക് റൂം ഉണ്ടായിന്. രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോ ബിസ്മല്ലേ ഏത് നമ്മളെ ആലുവല്ലേ ഓള് വിളിച്ചു അങ്ങോട്ട് വരും ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങളെന്തായാലും അവിടെ തന്നെ അല്ലേ. അപ്പൊ ഞങ്ങള് ചെന്നു. അവിടെ തന്നെയാണ് ഞങ്ങൾ എന്നിട്ട് ഒരു ദിവസം എന്നിട്ട് ഓലോടെ നിന്നിട്ടാ ഞങ്ങള് പോകുന്നത്. ഗൈസ്, ബിസ്മിൽ പറഞ്ഞൊരു കുട്ടിയുണ്ട്. അതായത് ഞാൻ മൈജിയിൽ ഉണ്ടായ ടൈമില്, മൈജിയിൽ നിക്കുന്ന ടൈമില് ആകെ 9 വയസ്സായിട്ടുള്ളൂ. 4ാം ക്ലാസ്സിലാണ്. ഇപ്പൊ ബിസ്മിൽ പറഞ്ഞ ആ കുട്ടി ഞാൻ മൈജിയിൽ ഉണ്ടായ ടൈമില് ഇന്റെ നമ്പർ കിട്ടാൻ വേണ്ടി തപ്പി പിടിച്ചാണ്ട് വിളിച്ചിക്കണ് മൈജിക്ക് ഇന്റെ നമ്പർ ചോദിച്ചിട്ട്. ഞാനവിടെ വർക്ക് ചെയ്ത ടൈമില് അന്ന് കമ്പനിയായ കുട്ടിയാണ്. എന്നിട്ട് ഞാൻ ഞങ്ങള് ആലുവയിൽ അവിടെ പോയപ്പോ അവിടെ നിന്നിട്ട് ഓള് വിളിച്ചോളെ വീട്ടിൽ പോയി. അവിടെ ഒരു ദിവസം ഞങ്ങൾ നിന്നു. ഓളമ്മ എന്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്നീനെ ഒരു ദിവസം ഞങ്ങൾ അവിടെ നിന്നീനെ. ഇന്നിപ്പോ അവിടുന്ന് ഇപ്പൊ എന്നിട്ട് പോന്നിക്കാണ്. അവിടുന്ന് ഫുഡ് ഓലങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഓലെ വിളിച്ചാണ്. ഒരു ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ വന്നിട്ട് വരാന്ന് പറഞ്ഞാണ്. മൂന്നാക്ക് നിൽക്കാനുള്ള സൗകര്യം. ഓ അതുണ്ടായിന്. മുകളില് റൂം ഉണ്ടായിന്. അപ്പൊ അവിടെ നിന്നു തിന്നാലെല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തന്നോലി. പക്ഷെ ഓൾക്ക് ഞങ്ങള് പോന്നപ്പോ സ്കൂളിൽ പോവാൻ നിക്കാണ് ഓള്. ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിന്. ഞങ്ങളൊട്ടാണ് പോയല്ലേ. എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ കുട്ടിക്ക്. ഞങ്ങൾ അവിടുന്ന് ഇവിടെ മാളിലൊക്കെ കൊണ്ടുപോയി ഓളിയും കൊണ്ടാണ് ഞങ്ങള് രാത്രി മാളിൽ കൂടെ ഒക്കെ പോയി. ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മളെ നാട്ടിക്ക് വരാൻ പറഞ്ഞാണ് ഓലോട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങള്. നമ്മളൊരു പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പത്തിന് അതിനും വലിയ പ്രൊമോഷൻ ആക്കി വെച്ചിരുന്നു ഇവിടെ അല്ലേ. എന്താ മോനെ ഇത് അറിഞ്ഞുകൊണ്ടല്ലോ. അതല്ല വരാല്ല എന്തായാലും വരും അല്ലേ അമ്മ. വരാനല്ലേ വെച്ച് തങ്ങൂല. നമുക്ക് തന്നെ പറച്ചോന്റെ കൃപ കൊണ്ട് വേറൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അങ്ങനെയല്ലടാ, നമ്മള് വരുന്നത് നല്ല അടിപൊളിയിൽ എടുക്കാന്നൊക്കെ വിചാരിച്ചതാ. വരുന്ന വീഡിയോ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ വന്നപ്പത്തിന് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെ ഒരു ജാതി ഇങ്ങനെ ഒരു അത് വലിയതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഇവിടെ അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും.